ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ എന്നെക്കുറിച്ച് പറയുന്നതാണ്. അതായത് ഉം, ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ അധികം പേരൊന്നും കാണുന്നില്ല. എന്നാലും കാണുന്ന ചിലർക്ക് എങ്കിലും ഇത് ആരാണ് എന്താണെന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ ഞാൻ സ്വയം എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ദേവിക. ഞാൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വർഷങ്ങൾ മുമ്പുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. നടക്കാത്തതല്ല, എന്നെക്കൊണ്ട് പറ്റുമായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ഒരു ഇത് എന്നുവെച്ചാൽ നമുക്ക് സമൂഹത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ഓരോ കളിയാക്കലുകളും കുത്തുവാക്കുകളൊക്കെ കാരണം ഞാൻ അത് യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ള ഒരു ഇതിൽ നിന്ന് സ്വയം പിൻവലിഞ്ഞ് നിന്ന്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഇപ്പം ഡസ്കി സ്കിൻ ടോണുകാർക്കൊക്കെ അറിയാം. അത് എന്തൊരു ചെറിയ ഒരു കാര്യം വന്നാലും ഈ ആൾക്കാരുടെ കുത്തുവാക്കുകൾ അങ്ങനെയൊക്കെ. ഇപ്പോൾ ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും അതിൽ നിന്നും കളിയാക്കലുകൾ കേൾക്കേണ്ടി വരുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനതൊന്നും തുടങ്ങിയില്ല. അപ്പോൾ പെട്ടെന്ന് എന്താണെന്ന് അറിഞ്ഞൂടാ, ഒരു ദിവസം എനിക്ക് ജൂലൈ ലാസ്റ്റൊക്കെ ആവാറായി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കാം. ഞാനിപ്പം ഇവിടെ ചേട്ടൻ്റെ കൂടെ ക്വാർട്ടേഴ്സിൽ നിൽക്കുമ്പോൾ ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പം എനിക്ക് ജസ്റ്റ് ഒന്ന് എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നൊരു ചാനലങ്ങ് തുടങ്ങി. അതിൽ ഞാൻ ലോങ് വീഡിയോസൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല. ലോങ് വീഡിയോസ് ഇടണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് 3-4 ദിവസം ഷോർട്ട് വീഡിയോസ് ഇട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലോങ് വീഡിയോസൊക്കെ ഇടണമെന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേനും ഒരുപാട് സാഹചര്യങ്ങളൊക്കെ എഗെയിൻസ്റ്റ് ആയിരുന്നു. അതായത് എൻ്റെ ട്രൈപോഡ്, ലൈറ്റ് എല്ലാം അങ്ങ് നമ്മൾ ആറ്റിങ്ങലത്തെ വീട്ടിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ക്വാർട്ടേഴ്സിലതൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് എൻ്റെ കയ്യിൽ മൈക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ സത്യം പറഞ്ഞാൽ ലൈറ്റിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ട്. ഒരു ബൾബ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ലൈറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ മിക്കപ്പോഴും ഇപ്പോൾ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ പിന്നെ ഇങ്ങോട്ട് എടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇനി ഏകദേശം 1 മാസം ചിലപ്പോൾ ഞാൻ ആറ്റിങ്ങൽ തന്നെയായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് എടുക്കാത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറയാൻ വന്നത്, അപ്പം ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റിയാണ് പറയാൻ വന്നത്. അപ്പം ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് കുറേ നാൾ കൊണ്ട് വിചാരിക്കുകയായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. നടക്കാത്തതല്ല, എൻ്റെ ഉള്ളിൽ അപകർഷതാബോധം തന്നെയാണ് അതിന് കാരണം. കാര്യം വേറെ ഒന്നുമല്ല, നമ്മളെ സമൂഹം, ചുറ്റുമുള്ള ആൾക്കാർ, അതൊക്കെ തന്നെയാണ് മെയിൻ റീസൺ. ഇപ്പോഴത്തെ കണക്കൊന്നും അല്ല. കുറച്ച് വർഷങ്ങൾ ആണെങ്കിലും അന്നൊക്കെ നമുക്ക് ഇപ്പോഴും കുറവുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഒരു ഈ ബോഡി ഷേമിങ് ആയാലും വല്ല ബുള്ളിങ് ആയാലും ഒക്കെ നമുക്ക് കുറവുള്ളത്. പക്ഷെ ആ ടൈം അങ്ങനെയൊന്നുമില്ല. പീക്ക് ടൈമായിരുന്നു. ഇപ്പോൾ കുറച്ച് നിയമങ്ങളും അല്ലാതെ ഇപ്പോൾ എല്ലാവരും പ്രതികരിക്കാനൊക്കെ തുടങ്ങിയതുകൊണ്ട് ഇപ്പോൾ കുറച്ച് മാറ്റമുണ്ട്. എന്നാലും നമുക്ക് ചുറ്റുമുള്ളവരെല്ലാവരും ഇപ്പോഴും എന്തോ നിറം എല്ലാമൊക്കെ പറഞ്ഞിട്ട് കുത്തുന്ന ആൾക്കാരാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷെ എന്നാലും ഞാനിപ്പോൾ തുടങ്ങി. ആരും അറിഞ്ഞില്ല. തുടങ്ങിയത് വേറെ ആരും അറിഞ്ഞില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ആമിന. അവളും പിന്നെ എൻ്റെ ഹസ്ബൻഡും മാത്രമേ അറിഞ്ഞുള്ളൂ. അത് ഞാൻ ചാനൽ എടുത്ത ശേഷമാണ് ഇവർക്കൊക്കെ ലിങ്ക് അയച്ചു കൊടുത്തത്. അപ്പോഴാണ് അവരറിഞ്ഞത് തന്നെ. അല്ലാതെ വേറെ ആർക്കും അറിയത്തില്ലായിരുന്നു. ആരുടെടുത്തും പറഞ്ഞില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് എൻഗേജ്ഡ് ആവാൻ തുടങ്ങുന്നതാണെങ്കിൽ പോലും അത് നമ്മൾ അറിയാം. ഇപ്പം ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായി ഐഫോണിലും അല്ലാതെ ക്യാമറയിലൊക്കെ DSLRലൊക്കെ ഷൂട്ട് ചെയ്ത് ഇടുന്ന വീഡിയോസ് പോലെയൊന്നും ഒരു ബിഗിനറിൻ്റെ വീഡിയോ ഒരിക്കലും വരത്തില്ല. അപ്പോൾ എന്തായാലും ചുറ്റുമുള്ളവർ പിന്നെ വീഡിയോ കണ്ടിട്ട് അടുത്ത കുത്തുവാക്കും അതും ഇതുമൊക്കെ ആയിരിക്കും. കളിയാക്കലും, അവളെ വീഡിയോ കണ്ടില്ലേ, അതാണ് ഇതാണ്, ഒരു ക്വാളിറ്റി ഇല്ല, ഈ മുഖമൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്താലും മതി, അങ്ങനെയൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ചില ആളുകൾ നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പം കുറച്ച് പേരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുമുണ്ട് ഞാൻ. എൻ്റെ സ്ഥലമെന്ന് വെച്ചാൽ പോത്തങ്കോടാണ് കേട്ടോ. എൻ്റെ വീട് പോത്തങ്കോടാണ്. പോത്തങ്കോട് മയിലാട് മുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, പിന്നെ എനിക്ക് എൻ്റെ അച്ഛൻ്റെ സഹോദരി അപ്പച്ചിയും അമ്മുമ്മയുണ്ട്. അമ്മയുടെ അമ്മ അമ്മുമ്മയുണ്ട്. അമ്മുമ്മ അത് മയിലാട് മുകളിന് തൊട്ട് അടുത്തൊരു സ്ഥലം തന്നെയാണ് പ്ലാമൂട്. അവിടെ അമ്മുമ്മയുടെ വീട്ടിലാണ്. പിന്നെ അപ്പ വേറൊരു സ്ഥലത്ത് ജോലിക്ക് നിൽക്കുകയാണ്. പിന്നെ ഞാൻ മാരീഡാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 14 ആകുമ്പോൾ 1 വർഷമാകും. പിന്നെ ഓഗസ്റ്റ് 14-ന് 11 മാസമാണ്. അപ്പം അത്ര ആയിട്ടുള്ളൂ. അപ്പം ചേട്ടൻ്റെ പേര് വിമലൻ എന്നാണ്. ചേട്ടന് CASFലാണ് ജോലി. പിന്നെ എൻ്റെ അച്ഛന് വെൽഡിങ് വർക്കാണ്. അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ എൻ്റെ അനിയത്തി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് PG. പിന്നെ ചേട്ടൻ്റെ വീട് ആറ്റിങ്ങലാണ് കേട്ടോ. ചേട്ടൻ്റെ വീട്ടിൽ ചേട്ടൻ്റെ അച്ഛനും അമ്മയുണ്ട്. പിന്നെ അവർക്കൊന്നും അങ്ങനെ വീഡിയോസിലൊന്നും വരുന്നതൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് അവരാരെയും കാണിക്കത്തൊന്നുമില്ല.
ആരെയും കാണിക്കത്തില്ല. കാര്യം ആരെന്ന് വെച്ചാൽ വീഡിയോയിൽ വരാൻ താല്പര്യമുള്ളവരെ മാത്രം അവർക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമേ ആരായാലും വീഡിയോയിൽ ഞാൻ കാണിക്കത്തുള്ളൂ. പിന്നെ ഞാൻ ഡിഗ്രി കഴിഞ്ഞതാണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായി. ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ഞാനൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സെയിം സ്ഥാപനത്തിൽ തന്നെ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തിട്ട് അവിടുന്ന് വേറൊരു സ്ഥലത്തോട്ട് മാറി. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ കല്യാണമായത്. ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ പിന്നെ കല്യാണം ആയപ്പോഴത്തേനും ഞാൻ റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്യാൻ കല്യാണം മാത്രമല്ല, എനിക്ക് അന്നേരം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേനും ഞാൻ പിന്നെ അങ്ങ് റിസൈൻ ചെയ്തു. പിന്നെ ഇപ്പോഴ് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ PSC ക്ലാസ്സിനൊക്കെ പോയതായിരുന്നു. പിന്നെ വീണ്ടും ചില ഹെൽത്ത് ഇഷ്യൂസ്, അതിപ്പം മിക്കവർക്കും അറിയാം. ഈ മൈഗ്രെയിനും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും. ഒരുപാട് പ്രശ്നങ്ങൾ യാത്ര ചെയ്യുന്നതൊക്കെ മെയിൻ. വെയിൽ കൊണ്ടാ തലവേദന, യാത്ര ചെയ്താൽ തലവേദന, ഒന്നും പറയണ്ട, എല്ലാത്തിനും തലവേദനയോട് തലവേദന. അപ്പോൾ ഇതൊക്കെയാണ് എന്നെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഒരുപാട് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലിൽ ഇപ്പോഴും എനിക്ക് വീഡിയോ ഇടാനായിട്ടൊരു മടി അല്ലെങ്കിൽ ഒരു അറപ്പൊക്കെ ഉണ്ട്. കാര്യമെന്ന് വെച്ചാൽ കാര്യമൊന്നുമില്ല, ആളുകൾ ശരിയല്ല, മനസ്സിലായില്ലേ? ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആരെയും ഒന്നും ചെയ്തിട്ടൊന്നും ഉണ്ടാവത്തില്ല. ചിലപ്പോൾ ഈ എല്ലാവർക്കും അറിയാം, ഇപ്പം ഒരു വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും അതിൽ വരുന്ന കമൻസ് ആയാലും ഒക്കെ ഭയങ്കര മോശം കമൻസ് ആയിരിക്കും. എന്നുവെച്ചാൽ എല്ലാം അല്ല, 1-2 കമൻസെങ്കിലും അത് നമ്മൾ ബോഡി ഷെയിം ചെയ്യുന്നുണ്ടോ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും. ഇപ്പോഴും നമ്മൾ ചിലപ്പോൾ നമ്മളറിയില്ല, നമ്മൾ തോളിൽ കൈയിട്ട് നടക്കുന്നതൊക്കെ വിഷപ്പാമ്പുകളായിരിക്കും. അപ്പോഴത്തേനും ചിലപ്പോൾ നമ്മളില്ലാത്ത സമയത്ത് നമ്മളെ തിരിഞ്ഞ് നിന്ന് കുറ്റം പറയുക, അങ്ങനെയൊക്കെ ആയിരിക്കും. മെയിനായിട്ട് നമ്മൾ അറിഞ്ഞുകൂടാത്തവരെക്കാളും നമ്മളെക്കുറിച്ചിട്ട് കുറ്റം പറഞ്ഞ് നടക്കുന്നത് നമ്മൾ ഒപ്പം കൊണ്ടു നടക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അങ്ങനെ ഒരുപാട് ഫ്രണ്ട് സർക്കിളോ ഒന്നുമില്ല. അങ്ങനെ എനിക്കധികം ഫ്രണ്ട്സൊന്നുമില്ല. ഞാൻ ഫ്രണ്ട്സ് എന്ന് പറയാൻ ആമിന, അവളുമായിട്ട് ഇപ്പോഴും ഇടയ്ക്കൊക്കെ കോൺടാക്റ്റ് ഉണ്ട്. പക്ഷെ അവൾക്കിപ്പോൾ ഒരു കൊച്ചൊക്കെ ആയപ്പോൾ അറിയില്ല, ഒരു കുട്ടിയൊക്കെ ആകുമ്പോഴത്തേനും അതിൻ്റേതായ തിരക്കിലൊക്കെ അവർ പോകും. എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, അത് സംസാരിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ എനിക്ക് വേറൊരു ഫ്രണ്ടുണ്ട്, ദേവിക എന്ന് പറഞ്ഞാൽ, അവളും ഇടയ്ക്കൊക്കെ വിളിക്കും. പിന്നെ ചിലവരൊക്കെ ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണ്. അവർക്കൊന്നും അങ്ങനെ വിളിക്കാനും സംസാരിക്കാനൊന്നും സമയമൊന്നും കിട്ടില്ല. എന്നാലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും കോൺടാക്റ്റ് ചെയ്യും, അത്ര തന്നെ. അല്ലാതെ ഞാൻ ഒരുപാട് അങ്ങനെ ഫ്രണ്ട് സർക്കിൾ കീപ്പ് ചെയ്യുന്ന ഒരാളല്ല. കാര്യം എനിക്ക് മാത്രം എന്താണെന്ന് അറിഞ്ഞുകൂടാ, കിട്ടുന്ന എല്ലാം വിഷങ്ങളായിരിക്കും. അതെനിക്ക് അറിഞ്ഞുകൂടാ എന്താണെന്ന്. സോ ഇപ്പം ഞാൻ എന്ത് കാര്യം ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും ഒന്ന് എൻ്റെ വീട്ടുകാരടുത്ത് പറയും, മെയിനായിട്ട് എൻ്റെ അച്ഛനമ്മ അനിയത്തി അവരടുത്ത് പറയും. മെയിനായിട്ട് പിന്നെ അടുത്തത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയും. അടുത്തത് ആമിന. ഇവരുടെ അടുത്ത്, ഇത്രയും പേരുടെ അടുത്താണ് ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഷെയർ ചെയ്യുന്നത്. അല്ല ഒറ്റ മനുഷ്യരുടെ അടുത്ത് ഞാനൊന്നും ഷെയർ ചെയ്യാറില്ല. ഇപ്പോൾ കാര്യം അനുഭവം കിട്ടുമ്പോഴത്തേനും നമ്മൾ കൂടുതൽ പഠിക്കും. ഇപ്പം ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആയാലും ആരെങ്കിലും എൻ്റെ ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം കഥയൊക്കെ ഇറങ്ങും, അത് വേറൊരു കാര്യം. അത് നമ്മൾ ചിലപ്പോൾ വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റിന് തുടങ്ങുന്നത്, ആരും ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ തുടങ്ങുന്നതായിരിക്കും. ചുമ്മാ സമയം പോകാൻ വേണ്ടിയിട്ട് ഒക്കെ തുടങ്ങുന്നതായിരിക്കും. ചിലവരാണ് ഓക്കെ നമുക്ക് യൂട്യൂബ് വഴി ഏർണിങ്സ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നവരും ഉണ്ട്. അത് അവർക്ക് ഒരു വരുമാനമാവട്ടെ എന്ന് വിചാരിച്ചവർ തുടങ്ങുന്നതായിരിക്കും. പക്ഷേ എന്നാലും യൂട്യൂബ് തുടങ്ങിയ ഉടനെ ഏർണിങ്സ് കിട്ടത്തില്ല. എന്നിരുന്നാലും പക്ഷേ ഞാനും ജസ്റ്റ് ഒന്ന് എൻഗേജ്ഡ് ആവണമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഇടുന്ന ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ എൻ്റെ ചാനലിൽ ഇത്. കാര്യം ഞാൻ ആദ്യം എടുത്തു വച്ചിരുന്ന വീഡിയോ എന്ന് വെച്ചാൽ, ഞാൻ പർപ്പിൾ ഹോൾ ചെയ്യാനാണ് ഇരുന്നത്. കാര്യം ഞാൻ പർപ്പിളിൽ നിന്ന് പൈസ കൊടുത്ത് കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് പർപ്പിൾ ഹോൾ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തായിരുന്നു. പക്ഷേ ഇവിടുത്തെ ലൈറ്റ്, ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും ലൈറ്റിൻ്റെ ഇഷ്യൂ. അപ്പോൾ ഈ ലൈറ്റ് കാരണം അത് നല്ല വൃത്തിയായി കണ്ടുകൂടാ. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ ഞാൻ ആറ്റിങ്ങിൽ പോകുമ്പോൾ ഒന്നുകൂടെ ആ ലൈറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് ചെയ്യാം, അപ്പം ആ റിസൾട്ട് വിസിബിളായിരിക്കും. ഈ സൈഡിലിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ, പക്ഷെ ചെറുതായിട്ടേ അത് അറിയാൻ പറ്റും. അപ്പം ഞാൻ വെച്ച് ലൈറ്റൊക്കെ വെച്ചിട്ട് ഈ സൈഡിലിട്ട് ഈ സൈഡിലിടാതെ, അപ്പോൾ ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ് ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഡസ്കി സ്കിൻ ടോൺ ഉണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ്സ്, അവർക്ക് ചേരുന്ന ലിപ്സ്റ്റിക്ക്. ഇപ്പം ലിപ്സ്റ്റിക്ക് ഇപ്പോൾ ഏതിടണമെന്നൊക്കെ ഉള്ളതൊക്കെ അവരവരുടെ ചോയ്സാണ്. പക്ഷേ ഞാൻ പറയാൻ കാര്യം വേറൊന്നുമില്ല. ഞാൻ അങ്ങനെ എടുത്ത് പറയാൻ കാര്യം, നമ്മൾ ഈ ഡസ്കി സ്കിൻ ടോണൊന്നല്ല, ഇപ്പോൾ ഏതൊരു സ്കിൻ ടോണിലുള്ള കുട്ടികളായാലും പുറത്തോട്ട് ലിപ്സ്റ്റിക് ആയാലും എന്തായാലും ഇട്ടുകൊണ്ട് ഇറങ്ങും. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു ഡ്രസ്സായിരിക്കും ഇട്ടുകൊണ്ട് ഇറങ്ങുന്നത്.
അവരത്രയും ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് ഒരുങ്ങുന്നതും വാങ്ങുന്ന ഡ്രസ്സും ഒക്കെ ആയിരിക്കും. പക്ഷേ ചുറ്റുമുള്ളവർ പറയുന്നത് അവൾക്ക് ചേരാത്തൊരു കളർ ഡ്രസ്സ്, അവൾക്ക് ചേരാത്തൊരു കളർ ലിപ്സ്റ്റിക് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇപ്പം എന്നെ കണക്ക് അന്നേരമുള്ള ആ സമയത്ത് ഞാൻ എങ്ങനെയായിരുന്നെന്നറിയാമോ? ഞാൻ ഭയങ്കരമായിട്ടൊരു ഓവർ തിങ്കിങ് ആയിരുന്നു. കാര്യം അയ്യോ ഇതെനിക്ക് ചേരുമോ? ഇതിട്ട് കഴിഞ്ഞാൽ അവരൊക്കെ എന്ത് പറയും? അങ്ങനെയൊക്കെ ഒരു കാലം എനിക്കുണ്ടായിരുന്നു. കുറച്ച് നാൾ മുമ്പ് വരെ. ഇപ്പം അങ്ങനെ ഒരു കാര്യം എനിക്കില്ല. ഏത് നാറുകൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനിടും. എനിക്ക് ഇഷ്ടമുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡാണോ, എനിക്ക് എങ്ങനെ ഒരുങ്ങി നടക്കണം, എനിക്ക് ഒരുങ്ങി നടക്കണമെങ്കിൽ ഞാൻ ഒരുങ്ങി നടക്കും. ഒരുങ്ങാതെ നടക്കും. അതൊക്കെ ആരും അവരവരെ കാര്യം നോക്കുക. ഇപ്പം ഞാൻ അങ്ങനെ പറയാൻ കാര്യമെന്ന് വെച്ചാൽ, ആ സമയത്ത് എന്നെപ്പോലെയുള്ള എൻ്റെ ചിന്താഗതിയുള്ള കുട്ടികൾ ഇപ്പോഴും കാണും. ഒരുപാട് കുത്തുവാക്കൊക്കെ കേൾക്കുന്നത്. അപ്പം അങ്ങനെ അയ്യോ എനിക്ക് ചേരൂലേ എന്നൊക്കെ ഉള്ളൊരു പേടിയുള്ള കുട്ടികളാണ് എൻ്റെ സ്കിൻ ടോണിലുള്ളവരാണെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഹോൾ വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞ് എടുത്ത വീഡിയോ ആണ്. പക്ഷെ അത് പാളിപ്പോയി. ലൈറ്റൊന്നുമില്ല. ഒരു ബൾബിൻ്റെ വെളിച്ചത്തിൽ ഇത്രയൊന്നും പറഞ്ഞു. അത് അന്ന് ഞാൻ രാത്രി എങ്ങാണ്ട് എടുത്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ആറ്റിങ്ങൽ ചെന്നിട്ട് ലൈറ്റൊക്കെ വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പ്രോഡക്റ്റ്സ് എന്തെങ്കിലുമുണ്ട് ഞാനത് ഒരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് യൂട്യൂബിൽ ആദ്യം ഇടുന്ന ഒരു ലോങ് വീഡിയോ ഇപ്പം ഞാൻ എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എനിക്കിന്ന് പ്രത്യേകിച്ച് അങ്ങനെ പണിയൊന്നുമില്ല. ഇവിടെ ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കും ഫുഡൊന്നും ഉണ്ടാക്കണ്ടേ അങ്ങനത്തെയൊക്കെ പണി. അടുക്കളപ്പണിയെന്ന് വെച്ചാൽ ഇവിടെ ഗ്യാസ് തീർന്നതുകൊണ്ട് ഗ്യാസ് ബുക്ക് ചെയ്ത് നമ്മൾ അറിഞ്ഞില്ല, ഗ്യാസ് തീരാറായത് ശ്രദ്ധിച്ചില്ല. അത് നമ്മളെ മിസ്റ്റേക്കാണ്. അപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഫുഡൊന്നും വയ്ക്കാൻ വേറെ ഇവിടെ ഗ്യാസ് മാത്രമല്ല കേട്ടോ, മറ്റേ വിറകടുപ്പും ഇൻഡക്ഷനൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ ഗ്യാസ് ഇപ്പം തന്നെ എടുത്തിട്ട് 4 മാസത്തിൽ കൂടുതലായി. പക്ഷെ അത് ഇതുവരെ തീർന്നില്ല. ഇന്നാണ് തീർന്നത്. അപ്പോൾ ഇനി ഫുഡ് ഉണ്ടാക്കാനൊന്നും ഇല്ല. കാര്യം എനിക്ക് ചേട്ടൻ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ചേട്ടൻ പറഞ്ഞിട്ട് ഫുഡ് കൊണ്ട് തരും. അപ്പോൾ ഇന്ന് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാം. കാര്യമെന്ന് വെച്ചാൽ ഒരു ചാനൽ തുടങ്ങിയിട്ടിട്ട് പിന്നെ വീഡിയോ ഇടാതിരുന്നാൽ ശരിയാവില്ല. അപ്പോൾ ലോ ക്വാളിറ്റി വീഡിയോ ആയിരിക്കും എനിക്കറിയാം. ആയിരിക്കും എന്നല്ല, ലോ ക്വാളിറ്റി വീഡിയോ ആണ് എനിക്കറിയാം. പക്ഷേ എന്നാലും ഇടാം. കാര്യം എല്ലാവരും ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ലല്ലോ തുടങ്ങുന്നത്. ഇപ്പം ഞാൻ ഇപ്പം തന്നെ യൂട്യൂബിൽ കത്തി കയറി നിൽക്കുന്ന ഒരുപാട് പേരുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല പീക്ക് ടൈമിലിരിക്കുന്ന അവരെ വീഡിയോസ് ആയാലും മുമ്പ് എടുത്തതായാലും ഇത്ര ക്വാളിറ്റി ഒന്നും ഇല്ലാത്തതിൽ തന്നെ അവരും തുടങ്ങിയത്. അവരെന്നല്ല, നമുക്കിപ്പം നമ്മളെ പരിമിതിക്കനുസരിച്ചേ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ തുടങ്ങിയ ഒരു ചാനലാണ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എന്തായാലും ഒരുപാട് വീഡിയോസ് ഇനി ഇടും. ഇനി പർപ്പിൾ ഹോൾ വീഡിയോ വരുന്നുണ്ട്. അല്ലാതെ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പറ്റുന്നവർ മതി, ആരെയും നിർബന്ധിക്കുന്നില്ല.